ഒമാനിൽ ഒരു ബിസിനസ് ചെയ്യുന്നവരോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരോ ഉണ്ടെങ്കിൽ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഒമാനിലെ പ്രവാസികളുടെ തൊഴിൽ സാധ്യതകളെയും ബാധിക്കാൻ സാധ്യതയുള്ളതാണ് ഈ ഒരു തീരുമാനം. ഒമാനിൽ പ്രവാസികളുടെ ഉടമസ്ഥതയിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഒരു വർഷത്തിനുള്ളിൽ ഒമാനി പൗരന്മാരെ നിയമിക്കണമെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. സ്ഥാപനങ്ങൾ തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ സ്വദേശികൾക്ക് തൊഴിൽ നൽകണം. വിദേശ നിക്ഷേപം എളുപ്പമാകാനും സേവനങ്ങൾ മെച്ചപ്പെടുത്താനും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിരവധി നടപടികൾ ഒമാൻ സ്വീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തീരുമാനം. ഗാർഹിക തൊഴിലാളികൾ, സമാന വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ, സ്വകാര്യ മേഖലയിലെ വിദഗ്ധരല്ലാത്ത തൊഴിലാളികൾ എന്നിവർക്ക് ഇനി വാണിജ്യ രജിസ്ട്രേഷൻ അപേക്ഷിക്കാൻ കഴിയില്ല. നിക്ഷേപരംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിനും വാണിജ്യ പ്രവർത്തനങ്ങൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് അനുസൃതമായി കൊണ്ടുപോകുന്നതിനും വേണ്ടിയാണ് ഈ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. വിദേശ മൂലധന നിക്ഷേപ നിയമപ്രകാരം പ്രത്യേക വ്യവസ്ഥകൾ പാലിക്കണം, തൊഴിലുടമയുടെ അനുമതി നേടണം, നിലവിലുള്ള ജോലി കരാർ അവസാനിപ്പിക്കണം. ഇതൊക്കെയാണ് പ്രധാന വ്യവസ്ഥകൾ. ഒമാനിലെ സ്വദേശിവൽക്കരണം പ്രവാസികളെ പലതരത്തിൽ ബാധിക്കാമെന്നും ഒമാനി പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യത്തിൻ്റെ തൊഴിൽ വിപണിയിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനാൽ പ്രവാസികളുടെ തൊഴിൽ സാധ്യതകളെയും ഇത് ബാധിക്കാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്.